എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഗോക്കു അടക്കം എല്ലാവരും ഇപ്പൊ ആ ഒരു വലിയ മത്സരം അത് മത്സരിക്കാനായിട്ട് ആ ഒരു ഐലാൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്ത ആ വിശാലമായ കടലിലൂടെ ഇപ്പൊ ഒരു വലിയ കപ്പല് അതങ്ങനെ വരികയാണ്. അപ്പോഴായിരിക്കും കപ്പലിലെ മെയിൻ സെയിലർ ആളുടെ കയ്യിലുള്ള ബൈനോക്കുലറിലൂടെ ദൂരത്തായിട്ട് എന്തോ ഒരു വലിയ സാധനം അവരുടെ കപ്പലിനെ ലക്ഷ്യമാക്കി വരുന്നത് കാണുക. ആളാണെങ്കിൽ അത് കണ്ട് പാനിക്കാവും. പിന്നീട് ബാക്കിയുള്ള കപ്പലിലെ വർക്കേഴ്സിനെയും അത് കാണിച്ചു കൊടുക്കുകയാണ്. വലിയ എന്തോ ഫിഷാണ് അവരെ അറ്റാക്ക് ചെയ്യാൻ വരുന്നതെന്ന് കരുതി അവർ പ്രിപ്പയർ ആവുമ്പോഴായിരിക്കും അത് മറ്റാരുമല്ല, ഒരു ഹ്യൂമൺ ആണെന്ന് അവർ മനസ്സിലാക്കുക. വന്നത് സാക്ഷാൽ ഗോക്കു. അവനാണെങ്കിൽ അവരോട് ചോദിക്കും, എനിക്ക് പോവേണ്ടത് ഐസ് ഐലാൻഡിലേക്കാണ്. ഞാൻ ഒരുപാട് സമയമായി നീന്തുന്നു, പക്ഷേ എൻ്റെ ലൊക്കേഷൻ അത് ചെറുതായിട്ടൊന്ന് മിസ്സായിപ്പോയി. ആ ഒരു ഐലാൻഡിലേക്ക് പോകേണ്ട ലൊക്കേഷൻ അതൊന്ന് പറഞ്ഞു തരുമോ? കപ്പലിലുണ്ടായിരുന്നവർക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. സത്യത്തിൽ അവൻ ആരാണെന്ന് മനസ്സിലാവാതെ ഗോകു ചോദിച്ചതിന് ഉത്തരവായിട്ട് അവന് പോകാനുള്ള ഡയറക്ഷൻ അത് അവർ കാണിച്ചു കൊടുക്കും. ഗോകു ആണെങ്കിൽ അവരോട് ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇപ്പൊ ആ ഒരു ഡയറക്ഷൻ ലക്ഷ്യമാക്കി അങ്ങനെ വീണ്ടും നല്ല ഫോഴ്സിൽ സ്വിം ചെയ്ത് പോവാണ്. അവർക്കാണെങ്കിൽ ശരിക്കും അതൊരു അത്ഭുത കാഴ്ചയായിട്ട് തോന്നും. ഒരു കാരണവശാലും വിശ്വസിക്കാൻ സാധിക്കാത്ത ഒരു അത്ഭുത കാഴ്ച. കാരണം അത്ര ആഴമേറിയ കടലില് ഇത്രയും സ്പീഡില് ചെറിയ കുട്ടി സ്വിം ചെയ്യാണ്. ഒരുപക്ഷെ അവൻ മർമെയ്ഡ് ആണോന്ന് അവർ പരസ്പരം ചോദിക്കും. കട്ട് ചെയ്ത കടലിന് മുകളിലൂടെ ഒരു ഫ്ലൈറ്റ് അങ്ങനെ പറന്നു പോവാണ്. ആ ഫ്ലൈറ്റിലാണ് നമ്മുടെ ആൾക്കാരുള്ളത്. പൈലറ്റ് ആണെങ്കിൽ ഇത്തിരി അല്പം ലേറ്റ് ആണെന്നുള്ള കാര്യം പാസഞ്ചേഴ്സിനെ അറിയിക്കും. എല്ലാവർക്കും നമ്മുടെ ഗോകുവിനെ കാണാനുള്ള എക്സൈറ്റ്മെന്റ് അത് കൂടി വരികയാണ്. ലോഞ്ചിനാണെങ്കിൽ അത്ര എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ല. അവൾ ദേഷ്യപ്പെട്ട് പറയും, എല്ലാവർക്കും ഗോകുവിനെ മാത്രം മതി. എനിക്ക് അവന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഇറിറ്റേഷൻ ആവുകയാണ്. ഈ സമയം എന്റെ കയ്യിൽ കിട്ടിയ ഉറപ്പായിട്ടും ഞാൻ തല്ലിക്കൊല്ലുമെന്ന് പറയും. അത് കേട്ട് നമ്മുടെ മാസ്റ്റർ റോഷി ആൾക്കാണെങ്കിൽ കൺട്രോൾ പോവും. ആള് ദേഷ്യപ്പെട്ട് ആ സീറ്റിലിരുന്ന് മുരയ്ക്കാനായിട്ട് തുടങ്ങുകയാണ്. ഉടനെ സുന്ദരിയായ ക്യാബിൻ ക്രൂ ലേഡി അവളാണെങ്കിൽ ഇപ്പൊ അദ്ദേഹത്തോട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും. അതിന് റോഷി പറയും, എനിക്ക് തന്നെ ഈ പ്ലെയിനിൽ നിന്ന് പുറത്തു പോകണം. പാരച്യൂട്ട് തന്ന് എന്നെ പറത്തിവിട്, അല്ലെങ്കിൽ ഇവിടെ തന്നെ ഈ പ്ലെയിൻ അത് ലാൻഡ് ചെയ്യിപ്പിക്കും. അവൾക്കാണെങ്കിൽ അത് കേട്ട് ഭയങ്കര ഷോക്ക്. ക്യാബിൻ ക്രൂ ലേഡി ആണെങ്കിൽ ഇപ്പൊ മാസ്റ്റർ റോഷിയെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങ് ദയവ് ചെയ്ത് ഞങ്ങൾ പറയുന്നത് കേൾക്കണം. ഇപ്പൊ ഫ്ലൈറ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് ലാൻഡ് ചെയ്യിപ്പിക്കാൻ കഴിയില്ല. അല്പം കൂടെ വെയിറ്റ് ചെയ്താൽ ഹാപ്പി ആയിട്ട് സുരക്ഷിതമായിട്ടും നമുക്ക് ലാൻഡ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് റോഷിയെ സമാധാനിപ്പിക്കും. മൊട്ടപ്പനാണെങ്കിൽ നമ്മുടെ റോഷി അപ്പാപ്പനോട് കൺട്രോൾ ചെയ്യാനായിട്ട് പറയും. അതേസമയം ഇവിടെ ഗോകു ആണെങ്കിൽ ഒരുപാട് സമയം സ്വിം ചെയ്ത് ഇപ്പൊ ഐലാൻഡിൽ എത്തിയിരിക്കുകയാണ്. അവനാണെങ്കിൽ ആ ഒരു ഐലാൻഡിന്റെ ഫോറസ്റ്റ് പോർഷനിലേക്ക് എത്തും. അതിനുശേഷം വലിയ മരത്തിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറി അവൻ ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് അതങ്ങനെ അച്ചറം പൊച്ചറം കടിച്ചു പറിച്ച് തിന്നുകയാണ്. ഉടനെ കുറച്ച് ടൈഗേഴ്സ് അവറ്റകൾ താഴെ വന്ന് ഗോകുവിനെ നോക്കി മുരച്ച് കാണിക്കും. ഓ, നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ? ഓക്കെ, കുഴപ്പമില്ല, ഞാൻ ഫ്രൂട്ട്സ് തരാമെന്ന് പറഞ്ഞ് അവൻ താഴേക്ക് ഇട്ട് കൊടുക്കും. പക്ഷെ അവറ്റകളാണെങ്കിൽ അപ്പോഴും ഗോകുവെ തന്നെ നോക്കുകയാണ്. ഗോകു ആണെങ്കിൽ താഴേക്ക് ഇറങ്ങി വന്ന് ആ ഫ്രൂട്ട്സ് എടുത്ത് കഴിക്കും. അടുത്ത നിമിഷം അവറ്റകൾ ചാടി ഗോകുവിനെ അറ്റാക്ക് ചെയ്യും. ഇവിടെ നമ്മുടെ ആൾക്കാരെല്ലാവരും എയർപോർട്ടിൽ ലാൻഡായി കഴിഞ്ഞു. അവരാണെങ്കിൽ എയർപോർട്ടിൽ ചുറ്റും നോക്കും, അവിടെ എവിടെയെങ്കിലും ഗോകു ഉണ്ടോന്ന്. അവിടെ എവിടെയും ഗോകുവിനെ കാണാനില്ല. ഒട്ടും തന്നെ സമയം കളയാതെ കാറുകളിൽ കയറി ഇപ്പൊ ഫൈറ്റ് നടക്കാൻ പോകുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോവാണ്. അവിടെ എത്തി മാസ്റ്റർ റോഷി ആണെങ്കിൽ വീണ്ടും ഗോകുവിനെ കുറിച്ച് അന്വേഷിക്കും. മാസ്റ്റർ റോഷി ആണെങ്കിൽ ഫൈറ്റ് ചെയ്യാനുള്ള ലിസ്റ്റിൽ ഗോകു പേര് കൊടുത്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. പക്ഷെ അവിടെയും ഗോകുവിന്റെ പേരില്ല. മാസ്റ്റർ ആണെങ്കിൽ ഷോക്കാവും. ഒന്നോ, അവൻ വളരെ ലേറ്റ് ആണ്. ഇതുവരെ എന്തുകൊണ്ടായിരിക്കും അവൻ പേര് കൊടുക്കാഞ്ഞത്? അവൻ എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചിട്ടുണ്ടാവോ? അവരാണെങ്കിൽ വല്ലാതെ പാനിക്കാവും. ഗോകു ആണെങ്കിൽ നല്ല സ്പീഡിൽ ചാടി ഓടി വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ഹാൻസം ബോയും ലേഡീസും എല്ലാവരും ഗോകുവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഉടനെ മാസ്റ്റർ റോഷി ആണെങ്കിൽ എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് നൈസായിട്ട് പേര് കൊടുക്കുന്ന ആളുടെ അടുത്തേക്ക് വരികയാണ്. അതിനുശേഷം അവിടെ പേര് കൊടുക്കും. ആളുടെ പേര് കൂടെ നിങ്ങളുടെ ലിസ്റ്റിൽ ആഡ് ചെയ്യണം. ലാസ്റ്റ് ടൈം ഫൈറ്റിൽ ജയിച്ച ജാക്കി ചാൻ. അത് കേട്ട് അവൻ ഞെട്ടുകയാണ്. ഓ നോ, സത്യം പറയും, നിങ്ങളാണോ ആ ജാക്കി ചാൻ? റോഷിയാണെങ്കിൽ അവനോട് സൈലന്റ് ആയിട്ട് നിൽക്കാനായിട്ട് പറയും. അതിനുശേഷം ആ സ്പെക്സ് ഊരി കാണിച്ച്, ഞാനാണ് ജാക്കി ചാൻ, പക്ഷേ ഈ കാര്യം ഞാനും നീ മാത്രമേ അറിയാനായിട്ട് പാടുള്ളൂ എന്ന് പറയും. അതിനവൻ ഓക്കെ പറഞ്ഞ് ആളുടെ പേര് എഴുതി ചേർക്കുകയാണ്. അല്പസമയം കഴിയുമ്പോൾ ഇപ്പോൾ ആ ഒരു മാർഷൽ ആർട്സ് ടീം ആണെങ്കിൽ ക്യാപ്റ്റൻ റോഷിയൻ ടീമിന്റെ അടുത്തേക്ക് വരും. അതിലെ എൽഡർ പേഴ്സൺ ആണെങ്കിൽ ക്യാപ്റ്റൻ റോഷിയെ ഇപ്പോൾ പരിഹസിക്കാനും വെല്ലുവിളിക്കാനും തുടങ്ങും. ഫസ്റ്റ് ടൈം ഉണ്ടായ ഫൈറ്റിൽ നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്തു എന്നാണ് ഞാൻ അറിഞ്ഞത്. നിങ്ങളുടെ ടീം സ്റ്റിൽ എത്തിയെന്നും ഞാൻ അറിഞ്ഞിരുന്നു. പക്ഷേ ഇത്തവണ ഉറപ്പായാലും നിങ്ങൾക്ക് ജയിക്കാനായിട്ട് കഴിയില്ല. ശിഷ്യര് വളരെയധികം പവർഫുൾ ആണ്. അവരുമായിട്ട് ഫൈറ്റ് ചെയ്ത് മരിക്കണ്ട എങ്കിൽ തിരികെ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലതെന്ന് പറയും. നമ്മുടെ ടീമിലുള്ള ഓരോരുത്തർക്കും ദേഷ്യം 10 മടങ്ങാവും. മാസ്റ്റർ റോഷി ആണെങ്കിൽ ഇപ്പൊ സീനിയറിനോട് ദേഷ്യപ്പെട്ട് പറയും, ഒരു കാരണവശാലും നിങ്ങൾക്ക് ജയിക്കാനായിട്ട് കഴിയില്ല. ഇൻ കേസ് എന്റെ ശിഷ്യൻ അവനിവിടെ കറക്റ്റ് സമയത്ത് എത്തിയിട്ടില്ല എങ്കിലും മറ്റൊരാള് അവന് പകരമായിട്ട് മത്സരിക്കും. അവന്റെ മുൻപിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനാവില്ല. അത് കേട്ട് ടെററായി ആ എൽഡറും ആളുടെ അസിസ്റ്റൻസും അവരവിടുന്ന് കടന്നു പോവാണ്.
നമ്മുടെ ആൾക്കാരാണെങ്കിൽ ആകാംക്ഷയോടുകൂടെ മാസ്റ്റർ റോഷിയോട് അതാരാണ് ഗോകുവിന് പകരം മത്സരിക്കാൻ പോകുന്ന മറ്റൊരാളെന്ന് ചോദിക്കും. മാസ്റ്റർ ആണെങ്കിൽ അതിന് മറുപടി പറയാൻ ശ്രമിക്കുന്ന അടുത്ത നിമിഷം നമ്മുടെ ഗോകു അവൻ അവിടേക്ക് ഓടിയെത്തുകയാണ്. ലോഞ്ച് ആണെങ്കിൽ ഗോകുവിനെ കണ്ട് അവന്റെ പേര് ഉച്ചത്തിൽ വിളിച്ചു പറയും. നമ്മുടെ ഗോകു ആണെങ്കിൽ ഒരു കാട്ടുവാസി ഗെറ്റപ്പിൽ അവിടേക്ക് പാഞ്ഞെത്തും. അവനെ കാണേണ്ട താമസം എല്ലാവർക്കും ഒരുപാട് സന്തോഷം. ഇവിടെ മാസ്റ്റർ റോഷി ആളാണെങ്കിൽ രജിസ്റ്റർ ചെയ്യുന്ന സ്ഥലത്തേക്ക് വന്ന് ഇപ്പൊ ഗോകുവിന്റെ ഡീറ്റെയിൽസ് പറയും. ടൈം ഓവർ ആയിട്ടില്ല എങ്കിൽ എൻ്റെ ശിഷ്യൻ ഗോകുവിന് രജിസ്റ്റർ ചെയ്യാൻ കഴിയുമോ? അതിനാള് പറയും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ടൈം ഇതുവരെ അവസാനിച്ചിട്ടില്ല, സോ അദ്ദേഹത്തിന് ധൈര്യമായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇവിടെ ഗോകു ആണെങ്കിൽ അവന്റെ വിശേഷങ്ങൾ പറയും. അമ്മയ്ക്കാണെങ്കിൽ അവനെ കണ്ട് ഒരുപാട് സന്തോഷം തോന്നും. ഹാൻസം ബോയ് ഗോകുവിനോട് പറയും 3 വർഷത്തിനിടയിൽ നീ ഒരു അല്പം കൂടെ പൊക്കം വെച്ചു, നല്ല സൈസായി. മൊട്ടപ്പനാണെങ്കിൽ അത് കേട്ട് ടെൻസ്ഡ് ആവും. അവൻ ഓടി വന്ന് ഗോകുവിനെ ഒന്ന് മെഷർ ചെയ്യാണ്. ഓ നോ, ഈ ക്നാപ്പൻ അവൻ വീണ്ടും ഹൈറ്റ് വെച്ച് എന്നെ കഴിഞ്ഞും വലിയ ആളായിരിക്കുകയാണെന്ന് പറഞ്ഞ് അവൻ അങ്ങനെ മനസ്സിൽ ചിന്തിച്ചു നിൽക്കും. മാസ്റ്റർ ആണെങ്കിൽ ഗോകുവിന്റെ അടുത്തേക്ക് വരും. നീ ഇത് കണ്ടില്ലേ, നീ ഇപ്പൊ തന്നെ ഒരുപാട് സമയം ലേറ്റ് ആണ്, എന്തുകൊണ്ടാണ് നീ ഇത്രയും വൈകിയത്? അതിന് ഗോകു പറയും മാസ്റ്റർ അല്ലേ ഒരു ഫ്ലൈയിങ് നിംബസിനെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ കടലിലൂടെ സ്വിം ചെയ്താണ് ഇവിടേക്ക് വന്നത്. ഒരുപാട് സമയം എനിക്ക് സ്വിം ചെയ്യേണ്ടി വന്നു. അത് പറയേണ്ട താമസം ഒരു സെക്കൻഡ് അവരെല്ലാവരും ഫ്രീസ് ആവും. ബൊൽമയും ഹാൻസം ബോയും ആണെങ്കിൽ അവനോട് എടുത്ത് ചോദിക്കും സത്യം പറയും, നീ ഇത്രയും ദൂരം സ്വിം ചെയ്താണോ വന്നേ? ഗോകു പറയും അതെ, ഞാൻ സ്വിം ചെയ്ത് ഇവിടേക്ക് എത്തി. ഇവിടേക്ക് എത്തിയതിനു ശേഷം എനിക്ക് നന്നായിട്ട് വിശന്നു, സോ ഞാൻ ഫ്രൂട്ട്സ് കഴിച്ചു. അതിനുശേഷം ടൈഗറുമായിട്ട് ഫൈറ്റ് ചെയ്താണ് ഞാൻ ഇവിടേക്ക് എത്തിയത്. മാസ്റ്റർ ആണെങ്കിൽ ഗോകുവിനെ സമാധാനിപ്പിക്കും. നമുക്ക് നന്നായിട്ട് ഫൈറ്റ് ചെയ്യണമെങ്കിൽ അതിനാവശ്യം നല്ല ഫുഡാണ്, സോ നമുക്ക് എല്ലാവർക്കും ഫുഡ് കഴിക്കാൻ പോകാനെന്ന് പറഞ്ഞ് മാസ്റ്റർ റോഷി ആണെങ്കിൽ ആളുടെ വാലറ്റ് ഒന്ന് തിരിഞ്ഞെന്ന് ഓപ്പൺ ചെയ്ത് നോക്കും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവരത് കേൾക്കേണ്ട താമസം അടുത്തുള്ള വലിയ റെസ്റ്റോറൻറ്റിലേക്ക് ഓടുകയാണ്. മാസ്റ്ററിന്റെ വാലറ്റിലാണെങ്കിൽ മതിയായ പണമില്ല. ഇനി എങ്ങനെ ഞാൻ അവരോട് ഈ കാര്യം പറയുമെന്ന് ചിന്തിച്ച് മാസ്റ്റർ തിരിഞ്ഞു നോക്കേണ്ട താമസം അവരാണെങ്കിൽ ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞു. മാസ്റ്റർ ആണെങ്കിൽ ചുറ്റും നോക്കും. എല്ലാവരും ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണമൊക്കെ വാങ്ങി അങ്ങനെ വെട്ടി വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ മാസ്റ്റർ നിസ്സഹായനായിട്ട് നിൽക്കും. അല്പസമയം കഴിഞ്ഞ് എല്ലാവരും ആവശ്യത്തിൽ കൂടുതൽ ഫുഡൊക്കെ കഴിച്ച് ഏമ്പൊക്കെ വിട്ട് പുറത്തേക്ക് നിൽക്കുകയാണ്. ഷോപ്പ് ഓണർ ആണെങ്കിൽ മാസ്റ്ററോട് പറയും നിങ്ങൾ എന്തുകൊണ്ട് ബില്ല് പേ ചെയ്യുന്നില്ല? അതിന് മാസ്റ്റർ ആണെങ്കിൽ അവരോട് ശബ്ദം കുറച്ച് സംസാരിക്കാനായിട്ട് പറയും. ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ വിശ്വസിക്കണം, എനിക്ക് 2-3 ദിവസത്തിനുള്ളിൽ 100 മില്യൺ സൈനി കിട്ടും, സോ തീർച്ചയായിട്ടും നിങ്ങളുടെ പണം അത് ഞാൻ തരും. അതുവരെ നിങ്ങൾ എനിക്ക് കുറച്ച് സാവകാശം തരണം എന്നൊക്കെ പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്ത് മാസ്റ്റർ പുറത്തേക്ക് വരും. മാസ്റ്റർ ആണെങ്കിൽ ആകെ ടെൻസ്ഡ് ആയിട്ട് പുറത്തേക്ക് വരുന്നത് കണ്ട നമ്മുടെ ആൾക്കാരാണെങ്കിൽ കാര്യം അന്വേഷിക്കും. അതിന് മാസ്റ്റർ ആണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും എനിക്ക് കുഴപ്പമൊന്നുമില്ല, എല്ലാവരും ഇഷ്ടം പോലെ ഫുഡ് കഴിച്ചില്ലേ, വായോ നമുക്ക് എത്രയും പെട്ടെന്ന് റൂമിലേക്ക് പോയി കാർഡ്സ് ഒക്കെ കളിച്ച് അല്പനേരം റിലാക്സ് ചെയ്യാമെന്ന് പറയും. അത് കേട്ട് എല്ലാവരും ടാക്സി ഒക്കെ പിടിച്ച് ഇപ്പോൾ ഹോട്ടലിലേക്ക് വരികയാണ്. അവരാണെങ്കിൽ വാശിയോട് കൂടെ കാർഡ്സ് ഒക്കെ കളിച്ച് എപ്പോഴത്തേതും പോലെ മാസ്റ്റർ റോഷിയെ തോൽപ്പിക്കും. അതിനുശേഷം എല്ലാവരും പരസ്പരം ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് അവരവരുടെ റൂമിലേക്ക് പോവാണ്. ബൊൽമയും ലോഞ്ചും അവർ രണ്ടുപേരും പോകുന്നത് കണ്ട് മാസ്റ്റർ ആണെങ്കിൽ നൈസായിട്ട് ആളുടെ ബ്ലാങ്കറ്റ് എടുത്ത് ആ റൂമിലേക്ക് പോകും. നമ്മുടെ ഗേൾസ് ആണെങ്കിൽ ഡ്രസ് ചേഞ്ച് ചെയ്യാണ്. അവർക്ക് മാസ്റ്റർ റോഷിയെ കണ്ട് കൺട്രോൾ പോകും. മാസ്റ്റർ ആണെങ്കിൽ ക്യാഷ്വലായിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ ബ്ലാങ്കറ്റ് തരാൻ വന്നതാണ്, നിങ്ങൾ ഡ്രസ് ചേഞ്ച് ചെയ്യായിരുന്നു, അതെനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് തലയൊക്കെ ചൊറിഞ്ഞു നിൽക്കും. അടുത്ത നിമിഷം കൺട്രോൾ പോയ നമ്മുടെ ഗേൾസ് അവർ കൈ ചുരുട്ടി ഇപ്പൊ മാസ്റ്റർ മുഖത്ത് ആഞ്ഞെട്ടിക്കുകയാണ്. ഇടിയൊക്കെ കിട്ടി തളങ്ങിയ മോന്തയുമായിട്ട് ഇപ്പൊ മാസ്റ്റർ തിരികെ ബോയ്സിന്റെ അടുത്തേക്ക് വരും. അത് കണ്ട് ബോയ്സ് ഞെട്ടുകയാണ്. സമയം കഴിഞ്ഞ് ആ ഹോട്ടൽസിന്റെ ലൈറ്റ്സ് അതൊന്നൊന്നായിട്ട് അണയാനായിട്ട് തുടങ്ങും. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മൊട്ടപ്പൻ അവൻ പതി എഴുന്നേറ്റ് ഗോകുവെ നോക്കും. അവൻ നല്ല ഉറക്കത്തിലാണെന്ന് മനസ്സിലാക്കി അവൻ ഹോട്ടലിന് പുറത്തേക്ക് വരികയാണ്. അതിനുശേഷം അവനിപ്പോൾ ഓടാനായിട്ട് തുടങ്ങും. അല്പസമയം അവൻ ഓടുമ്പോഴായിരിക്കും അവന്റെ തൊട്ട് പിന്നാലെ ഹാൻസം ബോയ് അവിടേക്ക് വരിക. മൊട്ടപ്പനാണെങ്കിൽ അവനെ കണ്ട് ഞെട്ടും. ഓ, നീ എന്നെ കഴിഞ്ഞ് മുൻപേ എക്സസൈസ് ചെയ്യാൻ തുടങ്ങിയല്ലേ? ഓക്കെ, കുഴപ്പമില്ല, ഇപ്പൊ എല്ലാവരും ഉറങ്ങായിരിക്കും, നമ്മൾ രണ്ടുപേരും ട്രെയിനിങ് എടുത്ത് കൂടുതൽ പവർഫുൾ ആവുമെന്ന് പറയുമ്പോഴായിരിക്കും അവർക്ക് തൊട്ട് മുൻപിൽ ഒരുപാട് പേര് പലതരത്തിൽ ട്രെയിനിങ് എടുക്കുന്നതായിട്ട് അവർ കാണുക. അതുകൊണ്ട് ഒരു സെക്കൻഡ് അവർ ഫ്രീസ് ആവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ എല്ലാവരും മത്സരത്തിന് വേണ്ടി ഇപ്പൊ തയ്യാറായി കഴിഞ്ഞു. ബൊൽമയും മാസ്റ്ററും പന്നിക്കുട്ടനും എല്ലാവരും ഗോകുവിന് വിഷു കൊടുക്കും. ഗോകു താങ്ക്സ് പറയും. അതിനുശേഷം ഡ്രിങ്ക്സും സ്നാക്സും ഒക്കെ കഴിച്ച് ഹായ് ആയിട്ട് നിൽക്കുമ്പോഴായിരിക്കും അവരുടെ ടീമിലുള്ള ഒരാളെ കാണാനില്ല എന്ന കാര്യം അവർ മനസ്സിലാക്കുക. കാണാനില്ലാത്ത മറ്റാരോ അല്ല റോഷിയെ. ഇത്രയും നേരവും അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ അദ്ദേഹത്തെ കാണുന്നില്ല എന്ന് പറഞ്ഞ് അവർ ചുറ്റും നോക്കും. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് ഇവിടെ ഗോകുവാൻ ടീമിനെ കാണിക്കും. അവരാണെങ്കിൽ ഇപ്പൊ ഒരാളുടെ മുൻപിലേക്ക് വന്നിരിക്കുകയാണ്. മറ്റാരും അല്ല, വേഷമൊക്കെ മാറി ജാക്കി ചാൻ്റെ രൂപത്തിൽ നിൽക്കുന്ന നമ്മുടെ മാസ്റ്റർ റോഷിയുടെ അടുത്തേക്ക്. മാസ്റ്റർ റോഷി ആണെങ്കിൽ വളരെ ക്യാഷ്വലായിട്ട് ഒരു ഓസ്കാർ ആക്ടിംഗ് ഒക്കെ കൊടുത്ത് അവരോട് സംസാരിക്കും. ആ സമയം റഫറി ആണെങ്കിൽ ഉച്ചത്തിൽ വിളിച്ചു പറയും 3 വർഷങ്ങൾ കൂടുമ്പോൾ മാത്രം നടക്കുന്ന ഒരു വേൾഡ് ടൂർണമെന്റ് ആണിത്, ഇതിൽ വിജയിക്കുന്നവരായിരിക്കും മാർഷൽ ആർട്സ് മാസ്റ്റർ. സോ ഇതിൽ മത്സരിക്കാൻ എത്തിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നല്ലൊരു ആശംസ നേരുന്നു എന്ന് അദ്ദേഹം പറയുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.